ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കാക്കിലെ വെണ്ടയ്ക്കയും ഒരു സവോളയും വെച്ചിട്ട് നമുക്ക് 10 പേർക്കുള്ള കറി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ വെണ്ടക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു സവാളയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും പുളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പുളി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇത് കറക്റ്റ് പുളിയാണ്. ഞാൻ അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇന്ന് നമുക്ക് ഇതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ പാനിൽ നന്നായി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 2 പിടി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കൈകൊണ്ട് എടുക്കുമ്പോൾ ഇതുപോലെ 2 പിടിയാണ് നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ കറക്റ്റ് അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ പറയുന്നത്. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ വെള്ളമയൊക്കെ മാറ്റി ചെറുതായി ഒന്ന് കളറ് മാറി വരുവോളം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളിതൊന്ന് നല്ലോണം ഒന്ന് ചെറുതായി വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ലോണം ബ്രൗൺ ആയിട്ടുമില്ല, എന്നാൽ ഒരുവിധം ബ്രൗൺ ആയിട്ടും ഉണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി മതി. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം. ഈ പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അത് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം, ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് വെണ്ടക്ക അരിഞ്ഞെടുത്തതും പിന്നെ ഒരു സവാളയും 4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എരിവില്ലാത്തതായതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. നല്ല എരിവൊക്കെ ഉള്ളതാണെന്ന് വെച്ചാൽ 2 എടുത്താൽ മതി. എന്നിട്ട് ഈ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയും വെണ്ടയ്ക്കയും നല്ലോണം ഒന്ന് വഴന്ന് വരണം. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് ഇളക്കിയെടുത്തതിൻ്റെ ശേഷം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ്. ഇത് സാധാ മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി ഒന്നുമല്ല. നിങ്ങൾക്ക് എരിവൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാശ്മീരി ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ചേർത്ത് കൊടുക്കാറില്ല. ഞാൻ അതിൻ്റെ കളറ് കൂട്ടാണ് എന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത് മേടിക്കാനൊരു മടിയായി. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറോളൊന്ന് നമ്മൾ ഈ വെണ്ടക്കയിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ വെണ്ടക്ക കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ വെണ്ടയ്ക്ക് ഈ കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ തന്നെ കേട്ടോ. എന്നിട്ട് ഞാനിതാ ഇതിലേക്ക് ആ തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തക്കാളിയുടെ പച്ചമണം മാറോളം നമുക്കിതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ഈ പച്ചമണം മാറി ഈ തക്കാളിയുടെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുവോളം. ഇതാ അതുപോലെ ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തുവെച്ച പുളി പിഴിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. ഇതാ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കമ്മിയായാലും കുഴപ്പമില്ല, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ആദ്യം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പൊടികളും ഈ മസാലകളും ഒക്കെ ഒന്ന് വെന്ത് കിട്ടാനാണ് കേട്ടോ. നമ്മൾ വെണ്ടയ്ക്കയും ഒക്കെ, വെണ്ടയ്ക്ക വഴന്ന് വന്നിട്ടുണ്ട്, എന്നാലും ഒന്ന് യോജിപ്പിച്ച് കിട്ടാനാണ് കേട്ടോ. അപ്പോൾ അതാ 1 മിനിറ്റ് ആയിട്ടുണ്ട്, കണ്ടല്ലോ. നമ്മുടെ മിക്സ് ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് തേങ്ങ അരക്കാണ്ട് വെക്കുകയാണെന്ന് വെച്ചാൽ
ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എത്രണ്ട് കറി വേണോ അതിനനുസരിച്ച് ഒഴിച്ചെടുക്കാം. കൂടുതൽ ലൂസായി പോയാൽ നമ്മുടെ കറിക്ക് അത്ര ടേസ്റ്റ് കിട്ടൂല. നമുക്ക് കുറച്ച് തിക്കിലാണ് കേട്ടോ നമ്മുടെ കറി ടേസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് നല്ലോണം തിക്കിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് അത്ര തിക്കിൽ ഇഷ്ടമല്ല, കുറച്ച് ലൂസിലാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ പാകത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് കുറവാണ്, നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്നുകൂടി ഇളക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മൾ ഒന്നുകൂടി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പം എല്ലാതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതാ ചെറുതായി തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി മതി കേട്ടോ, നമ്മുടെ കറി ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് താളിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഞാനിതിൽ അത്യാവശ്യം എണ്ണയൊക്കെ വറുത്തെടുക്കുമ്പോൾ എടുത്തിട്ടുണ്ടാവുകൊണ്ട് ഞാൻ താളിച്ചെടുക്കണില്ല. ഇപ്പോൾ ഇതാ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ സെർവ് ചെയ്യണത്. ഒരു തണ്ട് കറിവേപ്പില അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറി കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ ചോറ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബായ്, അസ്സലാമു.